ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് 8000 രൂപ റേഞ്ചിൽ വരുന്ന 3 നല്ല സൗണ്ട് ക്വാളിറ്റി വരുന്ന ആംപ്ലിഫയേഴ്സ് ആണ്. ഇത് മൂന്നും ഞാൻ യൂസ് ചെയ്ത ആംപ്ലിഫയേഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെ കമ്പാരിസണും മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യാം. കൂടാതെ തന്നെ ഇപ്പോൾ ആമസോണിൽ നല്ല ഒരു പ്രൈസ് കട്ട് അതിന് വന്നിട്ടുണ്ട്. ഒരു 2-3 ദിവസത്തിലോട്ട് ആമസോണിൽ സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടാവുന്ന നല്ലൊരു പ്രൈസിൽ നമുക്ക് ഈ 3 ആംപ്ലിഫയറും വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ 3 മോഡലുകളും ഫോസിയോഡി എന്നുള്ളൊരു ബ്രാൻഡിൻ്റെയാണ്. മോഡലുകൾ വരുന്നത് V3, BT20A Pro, TB10D. ഈ വീഡിയോയുടെ അവസാനം ഈ 3നേക്കാൾ വില കുറഞ്ഞ ഒരു ആമ്പ് കൂടി ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് പക്ഷേ ഈ ബ്രാൻഡല്ല, അത് വേറൊരു ബ്രാൻഡാണ്. സൗണ്ട് ക്വാളിറ്റി ഇതിനൊപ്പം നിൽക്കുന്ന സൗണ്ട് ക്വാളിറ്റിയാണ്. എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആമസോൺ ആകുമ്പോൾ നമുക്ക് വാങ്ങിയിട്ട് ഉപയോഗിച്ച് നോക്കി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് റിട്ടേൺ കൊടുക്കാനുള്ള ഓപ്ഷൻ കൂടി ഉണ്ട്. ഇനി ഈ 3 മോഡൽസിന്റെ ഫീച്ചേഴ്സിന്റെ കമ്പാരിസൺ നോക്കാം. ഈ 3 ആമ്പിൽ യൂസ് ചെയ്തിരിക്കുന്ന ചിപ്പ് TPA3255 എന്നുള്ളൊരു ചിപ്പാണ്. ഇതിൽ V3യും BT20A Pro രണ്ടിലും നമുക്ക് ഓപ്പാംസ് ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഓപ്പാമ്പ് വാങ്ങി നമുക്ക് തന്നെ സ്വാപ്പ് ചെയ്യാൻ പറ്റും. സോൾഡറിങ് ഒന്നുമില്ല, ജസ്റ്റ് പ്രസ്സിംഗ് ആണ്. പക്ഷേ TB10Dയിൽ നമുക്ക് ഓപ്പാമ്പ് ചേഞ്ച് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇല്ല. ഓപ്പാമ്പ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് സിഗ്നേച്ചറിൽ വ്യത്യാസം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇതിൽ V3ക്കും BT20A Proയ്ക്കും പ്രീ ഔട്ട് ഉണ്ട്. പക്ഷേ അതിൽ V3യുടെ പ്രീ ഔട്ട് എന്ന് പറയുന്നത് നമ്മുടെ വോളിയം അഡ്ജസ്റ്റ് ആകുമ്പോൾ പ്രീ ഔട്ടിന്റെ വോളിയം അഡ്ജസ്റ്റ് ആവില്ല. ഇനി പവർ നോക്കാം. V3യുടെ പവർ വരുന്നത് 300 വാട്ട്സ് 4 ഓമിലാണ്. BT20യുടെ പവർ വരുന്നത് 260 വാട്ട്സ് 4 ഓമിലാണ്. TB10Dയുടെ പവർ വരുന്നത് 300 വാട്ട്സ് 4 ഓമിലാണ്. അപ്പോൾ ഇതിൽ കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി വാട്ട്സ് കൂടിയത് V3യും TB10Dയുമാണ്. ഇതിൽ BT20A Proയ്ക്ക് മാത്രമാണ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നത്. ഈ 3 V3ക്ക് നമുക്ക് ബാസ് ട്രിപ്പിൾ അഡ്ജസ്റ്റ്മെന്റ് ഓപ്ഷൻ ഇല്ല. മറ്റു 2 നമുക്ക് ബാസ് ട്രിപ്പിൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു ഈ 3 ആമ്പ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ 3 എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ടത് V3 ആണ്. അതിനുശേഷം പിന്നെ 20A Pro ആണ്. V3 ഇപ്പോൾ 8149 രൂപയ്ക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. BT20A Proയുടെ ഇപ്പോൾ വില വരുന്നത് 8789 രൂപയാണ് ആമസോണിൽ. TB10Dയുടെ പ്രൈസ് വരുന്നത് 7739 ആണ്. ഇനി നമ്മൾ V3 ആണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അതിന് ബാസ് ട്രിപ്പിൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പ്രീ ആംപ്ലിഫയർ യൂസ് ചെയ്യാം. ഫോസിയുടെ തന്നെ ഒരു പ്രീ ആംപ്ലിഫയർ വരുന്നുണ്ട്, P3 എന്നൊരു മോഡൽ. അതും ഇപ്പോൾ ആമസോണിൽ റിഡക്ഷനിൽ വരുന്നുണ്ട്. അതിൻ്റെ പ്രൈസ് വരുന്നത് ഇപ്പോൾ 6799 രൂപയാണ്. ഇതൊരു വാക്കൻ ട്യൂബ് പ്രീ ആംപ്ലിഫയർ ആണ്. അപ്പോൾ നല്ലൊരു വാം സൗണ്ട് ആയിരിക്കും എന്നൊരു പ്രത്യേകതയാണ്. ഇനി നമുക്ക് ഇതിലും പൈസ കുറഞ്ഞ് ഇതേ സൗണ്ട് ക്വാളിറ്റി കിട്ടുന്ന ഒരു ആമ്പ് വേണമെന്ന് വെച്ചാൽ നമുക്ക് വേറൊരു മോഡലും കൂടി ഉണ്ട്. അത് ഐമ എന്നുള്ളൊരു കമ്പനിയുടെ A07 Max എന്നുള്ളൊരു മോഡലാണ്. ഇതിന്റെ പവർ വരുന്നതും 300 വാട്ട്സ് പെർ ചാനലാണ്. ഈ ആംപ്ലിഫയറും TPA3255 എന്ന ചിപ്പിനെ ബേസ് ചെയ്തിട്ടാണ്. ഇതിന്റെ പ്രൈസ് ഇപ്പോൾ ആമസോണിൽ വരുന്നത് 6999 രൂപ, അതായത് 7000 രൂപ. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ആമ്പ് നമുക്ക് സ്റ്റീരിയോ ആമ്പായിട്ടും മോണോ ആംപ്ലിഫയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റീരിയോ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ചാനലും റൈറ്റ് ചാനലും ഒരേ ആമ്പ് തന്നെ ആയിരിക്കും പവർ ചെയ്യുന്നത്. മോണോ എന്ന് പറയുന്നത് നമ്മൾ ലെഫ്റ്റ് ചാനലിന് മാത്രം ഒരു ആമ്പ്, റൈറ്റ് ചാനലിന് മാത്രം വേറൊരു ആമ്പ്. ചാനൽ സെപ്പറേഷൻ കൂടുതലായിരിക്കും, ക്രോസ് ടോക്ക് വരില്ല എന്നൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജ് വരുന്നത്.